السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين والعاقبة للمتقين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമായി മണ്ണിലും വിണ്ണിലും ഗ്രാമങ്ങളിലും പള്ളികളിലും മദ്രസകളിലും എന്തിനേറെ പറയണം, വിശ്വാസികളുള്ള എല്ലാ സ്ഥലത്തും നബി തങ്ങളുടെ മദ്ഹുകൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ, പറവകൾ, അങ്ങനെ അല്ലാഹു തആല സൃഷ്ടിച്ച സർവ്വസൗഹം നബി തങ്ങളുടെ മദ്ഹുകൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മർഹബയുടെ ഈരടികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിലേക്ക് സലാം, സലാത്തിന്റെയും സലാമിന്റെയും 1000 അതല്ല അതിനേക്കാൾ അപ്പുറം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, ഈ ഉമ്മത്തിന് നൽകിയ, ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ നബിയേ, ഞാൻ നിങ്ങളെ നിഅമത്തായിട്ട്, ലോകത്തിന്റെ അനുഗ്രഹമായിട്ട് പറഞ്ഞയച്ചതാണ്. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഓ പ്രവാചകരായിട്ടുള്ളവരെ, നിങ്ങളെ നാം യാത്രയാക്കിയിരിക്കുന്നു, പറഞ്ഞയച്ചിരിക്കുന്നു. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും അതേ ഭയപ്പെടുത്തി രൂപം കാര്യങ്ങൾ പറയുന്നവരായിട്ടും അയച്ചിരിക്കുന്നു. അതെന്താണ്? സാലിഹായ അമലുകൾ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്നും അതേ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകം ഉണ്ടെന്നുമുള്ള സുവിശേഷം അറിയിക്കാൻ പറഞ്ഞയച്ചതാ. എന്നിട്ട് ആ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്നു, എന്താണ് പറയുന്നത്? യാ റസൂലല്ലാഹ്, നിങ്ങളെ പ്രകാശത്തിന്റെ മേലുള്ള പ്രകാശമാണ്, നിങ്ങൾ പ്രകാശത്തിന്റെ മേലുള്ള പ്രകാശമാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് മൗലീദ് കിതാബിൽ എഴുതി വെച്ചത്, അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂരി. അങ്ങ് സൂര്യനാണ്, അതല്ല അങ്ങ് ചന്ദ്രനാണ്, അതല്ല പകല് സൂര്യനെ ഒരു സ്ഥലത്ത് വെച്ചാൽ, നബി തങ്ങളെ ഒരു സ്ഥലത്തും വെച്ചാൽ സൂര്യന്റെ പ്രകാശത്തിന്റെ മുന്നിൽ അതേ നബി തങ്ങളുടെ പ്രകാശം കെട്ടുപോകില്ല. നബി തങ്ങളുടെ പ്രഭയ്ക്ക് മുന്നിൽ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന പ്രകാശം അസ്തമിച്ചു പോകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അതാ മുത്തുനബി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനതാ എന്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വിളക്കണഞ്ഞു പോയി. അണഞ്ഞുപോയ വിളക്കിന്റെ പ്രകാശം, ആ പ്രകാശം അണഞ്ഞു പോയപ്പോ ഞാൻ ഭയപ്പെട്ടു പോയി. അതേ പ്രകാശരശ്മികളാൽ പ്രഭാപൂരിതമായ അതേ പ്രകാശത്തിന്റെ ഉടമ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രകാശപൂരിതമായ പ്രഭയുടെ ഉടമ, ആ
സമയത്ത് അങ്ങോട്ട് വന്നപ്പോൾ ഒരു വിളക്കും ഞാൻ കത്തിച്ചില്ല, ഒരു ടോർച്ചും ഞാൻ അടിച്ചില്ല. ആ പ്രഭയിൽ നിന്ന് വീണുപോയ സൂചി ഞാൻ എടുത്തു. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രകാശത്തിന്റെ പ്രകാശമായ നബി മുഹമ്മദ് മുസ്തഫ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? നൂറും മിൻ നൂരില്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു പ്രകാശമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്? ഐനു മിൻ നൂരില്ലാഹ്, ലോകത്തുള്ള സർവ വസ്തുക്കളും എന്റെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു പ്രകാശമാണ്. അതേ ആ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവനും വസ്തുക്കളും സൃഷ്ടിച്ചത് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾ കണ്ടില്ലേ, മോയിൻകുട്ടി വൈദ്യര് അദ്ദേഹത്തിന്റെ ഗസ്വത്ത് ബദ്റുൽ കുബ്ര എന്ന യുദ്ധ ചരിത്രത്തിൽ എഴുതി വെക്കുന്നു. ആദ്യം തുടങ്ങുമ്പോൾ മഹാനവരുകള് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? അല്ലാഹുവിനെ വാഴ്ത്തി പറഞ്ഞതിന് ശേഷം, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്നത് എന്താണ്? ജ്യോതി പ്രഭയുള്ള വളരും സൂര്യത്തെളി ഓലുൽ അസുമുകൾ റസൂലിലെ തുയഹദി ലോകത്ത് മുഴുവനും വെളിച്ചം വിതറുന്ന, ലോകത്ത് മുഴുവനും പ്രഭ ചൊരിയുന്ന, അല്ലാഹുവിന്റെ പ്രഭയിൽ നിന്ന് ആവാഹിച്ച പ്രഭ കൊണ്ട് ലോകത്ത് മുഴുവനും പ്രഭ ചൊരിയുന്ന നബി തങ്ങളുടെ പേരിൽ ഞാൻ സലാത്ത് ചൊല്ലുന്നു. ആ നബി തങ്ങളെ സ്നേഹിക്കലാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമ, ആ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിലെ ലോകത്ത് ഒന്നാമത്തെ സഹാബി ആ സിദ്ദീഖുൽ അക്ബർ, അദ്ദേഹം മഹാനവരുടെ ഈമാൻ ഒരു തുലാസിലും ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിയുടെ തങ്ങളുടെ ഈമാനാണ് കനമുണ്ടാകുക എന്ന് മഹാന്മാരെ പഠിപ്പിച്ചെങ്കിൽ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ആരെ വിശ്വസിച്ച് പോയി? നബി തങ്ങളെ വിശ്വസിച്ച് പോയി. സുബ്ഹാനല്ലാഹ്, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങള് നബി തങ്ങളെ സ്നേഹിച്ചു പോയി. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിദ്ദീഖുൽ അക്ബർ തങ്ങള് ആ നബി തങ്ങളുടെ വെളിച്ചത്തെ പ്രണയിക്കുകയും ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നബി തങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. നിങ്ങൾ നോക്കി, ഇസ്ലാമിലേക്ക് നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചപ്പോ വാളുകൊണ്ടല്ലോ ഇസ്ലാം പ്രചരിപ്പിച്ചത്, വാളുകൊണ്ടല്ലോ ഇസ്ലാം പ്രചരിച്ചത്. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിലില്ലല്ലോ. ഇസ്ലാമിൽ മിതവാദമാണ്, ഇസ്ലാമിൽ സൗമ്യവാദമാണ്, ഇസ്ലാമിൽ ശാശ്വതമായ സുന്ദര വാക്കുകളാണ്. സത്യസമത്വ ശാശ്വത സുന്ദരമായ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം, സന്തോഷത്തിന്റെ മതമാണ് ഇസ്ലാം, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. അക്രമത്തിന്റെ മതമല്ലല്ലോ, അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള മതമല്ല, കൊന്നവനെ കൊല്ലുവാനുള്ള മതമല്ല. ഇങ്ങോട്ട് ദേഷ്യം വെച്ചവനോട് അങ്ങോട്ട് ദേഷ്യം വെക്കുന്ന മതം ഇസ്ലാമല്ല. ഇസ്ലാം ശാശ്വതമായ സുന്ദരമായ മതമാണ്, അക്രമം പാടില്ലാത്ത മതമാണ്. നിങ്ങൾ കണ്ടില്ലേ, സയ്യിദുനാ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ
നബിതങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അറാബി വന്നിട്ട് നബിതങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന പുതപ്പ് ആ സാള് പിടിച്ചു വലിച്ചു. നബിതങ്ങളുടെ കഴുത്തങ്ങ് മുറുകി. നബിതങ്ങളുടെ കഴുത്തില് ആ മനോഹരമായ പൂമേനിയിൽ വെളുവെളുത്ത ശരീരത്തില് അടയാളം വന്നുപോയി. നബിതങ്ങൾക്ക് വേദനിച്ചു പോയി. അതേ പുതപ്പും പുതച്ചിട്ടൊരോ വലിച്ചിട്ടൊരോട്ടമാണ്. കുറെ അങ്ങ് പോയിട്ടങ്ങ് നിന്നിട്ട് നബിതങ്ങളെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നബിതങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതേ അവിടുത്തെ കൂടെയുള്ള സഹാബത്തെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു സമ്മതം ഞങ്ങൾക്ക് തരുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നു കളയാലോ, തിരിച്ചടിക്കാലോ? നബിതങ്ങൾ മാനിഷാദ പാടി, വേണ്ട 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 വേണ്ട, നിങ്ങൾ അടങ്ങണം, നിങ്ങൾ സമാധാനിക്കണം. അറാബിയെ നോക്കിയിട്ട് റസൂലുള്ള പവിഴ പിതർമ പൂച്ചുണ്ടനക്കി പുഞ്ചിരിച്ചിട്ട് അദ്ദേഹത്തോട് കൈകൊണ്ട് സലാം പറഞ്ഞു. അല്ല അല്ല, അറാബി ചിന്തിക്കുന്നു, ഞാൻ ഇത്രയും അക്രമം കാണിച്ചിട്ട്, ഞാൻ ഇത്രയും ദ്രോഹം മുഹമ്മദിനോട് ചെയ്തിട്ട് മുഹമ്മദ് എന്നോട് ദേഷ്യം വെച്ചില്ല, കോപം വെച്ചില്ല, പല്ലിളിച്ച് കാണിച്ചില്ല, പുഞ്ചിരിച്ചെങ്കിൽ അത് നല്ലൊരു സംസ്കാരമാണ്, നല്ലൊരു മതത്തിന്റെ നേതാവാണ്. വരുന്നു, സലാം പറയുന്നത് വരുന്നു, വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഓ ചെറുപ്പക്കാരാ, ഓ മുഅ്മിനീങ്ങളെ, ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്ന് ഇസ്ലാമിന്റെ മേലിലല്ലേ എല്ലാവരുടെയും കയ്യേ. ഇസ്ലാം അങ്ങനത്തെ മതമാണ്, ഇങ്ങനത്തെ മതമാണ്. അതേ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ എക്സ് മുസ്ലിമീങ്ങളും വന്നിട്ട് പറയുന്നു ഇസ്ലാം അക്രമത്തിന്റെ മതമാണെന്ന്. ഇസ്ലാം ഒരിക്കലും ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇരിക്കുമ്പോ ഒരു സഹാബീൻ കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളെയുമായിട്ട് വരുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, ഓ സഹാബി, എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ആ മരത്തിന്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് നബി തങ്ങളെ മറുപടി, ഈ കുട്ടികളെ കാണാത്തതിന്റെ പേരിൽ തള്ളപ്പക്ഷി അതാ വട്ടമിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വേഗം പോകണേ, വേഗം കൊണ്ടുപോയി അവിടെ വെക്കണേ. നിങ്ങൾ കണ്ടില്ലേ, ഒരു പക്ഷി കുഞ്ഞുങ്ങളെ പോയിട്ട് നബി തങ്ങൾ ഒരിക്കൽ കുളിക്കാൻ വേണ്ടി ഒരു തടാകത്തിലേക്ക് ഇറങ്ങുന്നു. വെള്ളം ഒഴുകി വരുന്നു. ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ ഒരു തേള്, കുത്തുന്ന തേള്, വലിയ വിഷമുള്ള തേള് ഒഴുകി വന്നപ്പോൾ അവിടുത്തെ പുന്നാര കരമങ്ങ് വെച്ച് കൊടുക്കുന്നു. ആ കരത്തിൽ കയറുന്നു. ആ കയ്യിൽ കയറിയിട്ട് തേളിനതാ നബി തങ്ങൾ പിടിച്ചിട്ട് കരക്കെറിഞ്ഞിട്ട് രക്ഷപ്പെടുത്തുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഉറുമ്പിനെ വരെ അത് നോവിക്കരുതെന്ന് പഠിപ്പിച്ച മതം അത് പരിശുദ്ധ മുസ്ലിം ഇസ്ലാമാണ്. സുബ്ഹാനല്ലാഹ്. ഒരാളെയും ചീത്ത പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഒന്നും ആലോചിച്ചില്ല, ഒന്നും സംശയിച്ചില്ല, അവിടെ അമാന്തിച്ചു നിന്നില്ല. സിദ്ദീഖ് തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ അതേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ
ലോകത്ത് ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പ്രഭാഷണ രംഗത്ത് പ്രഭാഷണം നടത്തിയ ലോകത്തെ ആദ്യത്തെ പ്രഭാഷകനാരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളാണ്. അല്ലാ യാത്രയിലും നാട്ടിലും വീട്ടിലും കാട്ടിലും എല്ലാ സമയത്തും കൂട്ടുകാരനായി അതേ നബി നിങ്ങളുടെ കൂടെ നടക്കുന്ന മഹാനായ നേതാവായി മാറിയല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതെന്തുകൊണ്ടാണ്? മുത്തുനബിയെ പഠിച്ചപ്പോൾ, മുത്തുനബിയുടെ ഓരം ചേർന്നപ്പോൾ, മുത്തുനബിയുടെ ചാരത്തടുത്തു നിന്നപ്പോൾ, മുത്തുനബിയുടെ ജീവിതം പഠിച്ചപ്പോൾ, ഈ മുത്തുനബിയോടൊപ്പം ചേരലാണ് എന്റെ വിജയത്തിന്റെ നിദാനമെന്ന് മനസ്സിലാക്കി അവിടത്തോട് സ്നേഹം വെച്ചുപോയി, അവിടത്തോട് ഹബ്ബ് വെച്ചുപോയി, അവിടത്തെ പ്രേമിച്ചു പോയി, അവിടത്തെ ഇഷ്ട് വെച്ചുപോയി. പറയുന്നത് നിങ്ങൾ നോക്ക്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് തന്നെ എന്താണ്? സിദ്ദീഖ് എന്നാണ്. വാസ്തവമാക്കിയവൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. കലർപ്പില്ലാത്ത ഈമാന് കൊണ്ട്, അതേ ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തെ കൊണ്ട്, അതേ കളങ്കമില്ലാത്ത സ്വഭാവം കൊണ്ട് വലിയ ഉന്നതമായ സ്ഥാനം, അടങ്ങാത്ത ഒടുങ്ങാത്ത, അതേ മടക്കി വെക്കാത്ത സ്നേഹം നബി തങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് ആ സ്നേഹം തിരിച്ചും കിട്ടുന്നു. അല്ലാ സിദ്ദീഖ് തങ്ങൾ വേറൊരു വഴി ചിന്തിച്ചില്ല, വേറൊരു മാർഗം ചിന്തിച്ചില്ല, വേറൊരു നേതാവിനെ തെരഞ്ഞെടുത്തില്ല, വേറൊരു മതവും തെരഞ്ഞെടുത്തില്ല, വേറൊരു വഴിയും തെരഞ്ഞെടുത്തില്ല, വേറൊരു കൂട്ടുകാരനെയും തെരഞ്ഞെടുത്തില്ല. ആദ്യത്തെ പ്രൊഡക്റ്റ്, മുത്തുനബിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്, ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്, അതേ സിദ്ദീഖ് തങ്ങളാണ്. ആദ്യം നബി തങ്ങൾ മാറ്റിയെടുത്തത് ആരെയാണ്? സിദ്ദീഖ് തങ്ങളെയാണ്. സുബ്ഹാനല്ലാഹ്. ആ സിദ്ദീഖ് തങ്ങൾ ആരായി ജീവിച്ചു? അവ്വലു മൻ സദ്ദഖൻ നബിയ്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവ്വലു ഖതീബ് ബിൽ ഇസ്ലാമി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആദ്യം ഇസ്ലാമിൽ വിശ്വസിച്ച സിദ്ദീഖ് തങ്ങളാണ്. ആദ്യത്തെ പ്രഭാഷകൻ സിദ്ദീഖ് തങ്ങളാണ്. അവ്വലു മൻ ജമ്മൽ ഖുർആനി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആദ്യമായി ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് സിദ്ദീഖ് തങ്ങളാണ്. അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. നാളെ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ കോടാനുകോടി ലക്ഷോപിലക്ഷം ജനലക്ഷങ്ങളെ കക്ഷിപക്ഷം കൂടാതെ അതേ മഹ്ശറ മണിമുറ്റത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, നരകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നിൽക്കുന്ന സമയത്ത് സ്വർഗ്ഗത്തിന്റെ താക്കോലുമായിട്ട് അതേ സാദിഖുൽ മസ്തൂഖ്, എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പായ ചങ്കിലെ ചോരയായ മുത്തിലും മുത്തായി കത്തിത്തെളിയുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അവിടുത്തെ വലതുഭാഗത്ത് നബി തങ്ങളോട് കൂടെ നിൽക്കുകയും ആദ്യമായി റസൂലുള്ള കടന്നാൽ സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനായി കടക്കുകയും ചെയ്യുന്ന നേതാവ് അതാരാണെന്നറിയുമോ? അവ്വലു മൻ യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങളാണെന്ന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ പറയുന്നതല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൻ അഹബ്ബനി, എന്നെ വല്ലൊരുത്തനും പ്രേമിച്ചാൽ, ഇഷ്ഖ് വെച്ചാൽ, ഫഖദ് അഹബ്ബല്ലാഹ്, അല്ലാഹു അവനെ സ്നേഹിച്ചു പോയി. വമൻ അതാനി, എന്നെ വല്ലൊരുത്തനും വഴിപ്പെട്ടാൽ, ഫഖദ് അതാ അല്ലാഹ്, അല്ലാഹു
അവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടവനായി. എന്നെ സ്നേഹിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചവനായി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ റബീഉൽ അവ്വൽ നബി തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. ആ സ്നേഹം കൊണ്ട് രക്ഷപ്പെടാൻ ഞാനും നിങ്ങളും തീരുമാനമെടുക്കണം. അല്ലാഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് എന്നെയും നിങ്ങളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിഎം മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റബീഉ പ്രഭാഷണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സിഎം മസ്ജിദിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മുഹിബ്ബീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. അതുപോലെ പ്രവർത്തകന്മാർ അതിനുവേണ്ടി ഓടി നടക്കുന്ന, അതുപോലെ ഇതിന്റെ കീഴിൽ സിഎം ചാരിറ്റി, ഇതിനൊക്കെ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പരിപാടികൾക്കൊക്കെ സഹകരിക്കുന്ന മുഅ്മിനാത്തുകളുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ്, സിഎം മസ്ജിദ് കമ്മിറ്റി യുടെ പ്രവർത്തകനായ, അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല നിഅമത്തും ബറക്കത്തും റാഹത്തും ഏറ്റുമാറാകട്ടെ. അതുപോലെ ഈ മഹത്തായ എല്ലാ വിഷയങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് മഹ്ലരി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സാദാത്തുക്കൾ, ആലിമീങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്തും നിഅമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല മുത്തുനബിയുടെ ബറക്കത്തും അല്ലാഹു തആല പരിഹാരം നൽകട്ടെ. ഈ മാസത്തിന്റെ ബറക്കത്തും അല്ലാഹു തആല പരിഹാരം നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു നമ്മളെയും എല്ലാവരെയും അല്ലാഹു നല്ല റാഹത്തുള്ള ജീവിതം നൽകി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.